ആഡലെയ്ഡ് ക്രിക്കറ്റ് ടെസ്റ്റ് മൊത്തത്തിൽ ഒരു സംഭവ ബഹുലമായിരുന്നു. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ബാറ്റിംഗ് തകർച്ച നേരിട്ടിരുന്നു. രണ്ടാം ഇന്നിംഗ്സിലും ഇന്ത്യൻ മുൻനിര ബാറ്റിംഗ് അടക്കം തകർന്ന തരിപ്പണമായിരുന്നു. ഇന്ത്യൻ നിരയിലെ ഒരു ബാറ്റർക്ക് പോലും അർദ്ധ സെഞ്ചുറി സ്വന്തമാക്കാൻ സാധിച്ചില്ല എന്നതാണ് വിചിത്രമായ കാര്യം. ബൗൺസ് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കാതെ വന്ന ഇന്ത്യൻ ബാറ്റർമാർ മൈതാനത്ത് പതറുന്നതാണ് കാണാൻ സാധിച്ചത്. ഇന്ത്യയുടെ ബാറ്റിംഗിലെ പരാജയത്തിനുള്ള പ്രധാന കാരണം വെളിപ്പെടുത്തി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ചേതേശ്വർ പുജാര. മത്സരത്തിൽ ഇന്ത്യൻ ബാറ്റർമാർ ഒരു വലിയ പിഴവാണ് നടത്തിയത്. ഷോർട്ട് പിച്ചായി വന്ന പന്തുകളിൽ അവർ ബൗൺസിൻ്റെയും മുകളിൽ നിൽക്കാനാണ് ശ്രമിച്ചത്. എന്നാൽ അതിനുള്ള സമയം ആഡലെയ്ഡിലെ പിച്ചിൽ ലഭിക്കില്ല. കാരണം കൂടുതൽ പേസും ബൗൺസും ആ വിക്കറ്റിൽ നിന്ന് ബോളർമാർക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ മറുവശത്ത് ഓസ്ട്രേലിയൻ ബാറ്റർമാർ ഇത്തരത്തിൽ ഷോർട്ട് ലെങ്ത്തിൽ വരുന്ന പന്തുകളെ ലീവ് ചെയ്യുകയാണുണ്ടായത്. ഇന്ത്യൻ ബാറ്റർമാർ മുൻപിലേക്ക് പോകുമ്പോൾ പിച്ചിൻ്റെ ബൗൺസിനെ വിശ്വസിക്കുകയും അതിനനുസരിച്ച് ബഹുമാനിക്കുകയും ചെയ്യേണ്ടിയിരുന്നുവെന്നും ചേതേശ്വർ പുജാര പറഞ്ഞു. അതേസമയം ഓസ്ട്രേലിയക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റ് മത്സരത്തിൽ കനത്ത പരാജയമാണ് ഇന്ത്യ ഏറ്റുവാങ്ങിയത്. മത്സരത്തിൽ 10 വിക്കറ്റിൻ്റെ തോൽവിയാണ് ഇന്ത്യ നേരിട്ടത്. ഓസ്ട്രേലിയൻ ബോളർമാരുടെ ശക്തമായ പ്രകടനമാണ് മത്സരത്തിൽ ഇന്ത്യക്ക് അടിപതറാൻ കാരണമായത്. മത്സരത്തിൽ ഓസ്ട്രേലിയൻ പേസർ മിച്ചൽ സ്റ്റാർക്ക് 8 വിക്കറ്റുകളും നായകൻ കമ്മിൻസ് 7 വിക്കറ്റുകളും സ്വന്തമാക്കുകയുണ്ടായി. ഈ വിജയത്തോടെ പരമ്പരയിൽ ശക്തമായ നിലയിൽ തിരിച്ചുവരവ് നടത്താൻ ഓസ്ട്രേലിയക്ക് സാധിച്ചു. ഇതോടെ പരമ്പര 1-1 എന്ന നിലയിലുമായി. രണ്ടാം ഇന്നിംഗ്സിലും ഇന്ത്യയുടെ ബാറ്റർമാർ ദുരന്തമായി മാറുന്നതായിരുന്നു കാണാൻ സാധിച്ചത്. ഇന്ത്യക്ക് വേണ്ടി അല്പമെങ്കിലും പോരാടിയത് നിതീഷ് കുമാർ റെഡ്ഡി ആയിരുന്നു. ഒരു 6ഉം 6 4ഉം അടക്കം 47 പന്തിൽ 42 റൺസ് നേടി നിതീഷ് കുമാർ റെഡ്ഡി അല്പം പൊരുതി നോക്കിയിരുന്നു. ആഡലെയ്ഡിലെ ഓസ്ട്രേലിയയുടെ വിജയത്തോടെ തന്നെ പരമ്പര ഏറെ ശക്തമായിരിക്കുകയാണ്. പോരാട്ടവും കൂടി 1-1 എന്ന നിലയിലായ സ്ഥിതിക്ക് ആര് പരമ്പര നേടുമെന്നതുപോലും പ്രവചനാതീതമാണ്. ഇനി ഈ ശനിയാഴ്ച ഗാബയിലാണ് മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റ് നടക്കാൻ പോകുന്നത്.